നമസ്കാരം. അമേരിക്കൻ രാഷ്ട്രീയ നീതിന്യായ വ്യവസ്ഥയിൽ നിർണായകമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച് അമേരിക്കയുടെ സുപ്രീം കോടതിയുടെ പുതിയ വിധി ആഗോള വ്യാപാര രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപ്പാക്കിയ തീരുവ നയങ്ങൾ റദ്ദാക്കിയതോടെ വിവിധ രാജ്യങ്ങൾ അമേരിക്കയുമായുള്ള വ്യാപാര കരാറുകൾ പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു. യൂറോപ്യൻ യൂണിയൻ കരാറിലെ തുടർ നടപടികൾ താൽക്കാലികമായി മരവിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ UK കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ടു. ഇന്ത്യയും നിശ്ചയിച്ചിരുന്ന ചർച്ചകൾ നീട്ടിവെച്ച് സൂക്ഷ്മമായ സമീപനം സ്വീകരിച്ചു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് പ്രായോഗികതയും ആത്മവിശ്വാസവും കലർന്നതായിരുന്നു. ആഗോള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ രാജ്യഹിതം മുൻനിർത്തിയാണ് തീരുമാനം കൈക്കൊണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വീകരിച്ച ഈ സമതുലിതമായ നീക്കം രാജ്യത്തിന്റെ നയതന്ത്ര പക്വതയെ പ്രതിഫലിപ്പിക്കുന്നു. വേഗത്തിലുള്ള പ്രതികരണത്തിനു പകരം വിധിയുടെ പ്രത്യാഘാതങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തി മുന്നോട്ട് പോകാനായിരുന്നു ഇന്ത്യയുടെ തീരുമാനം. എന്നാൽ US-ഉമായുള്ള കരാർ പുനഃക്രമീകരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറയുന്നത്. US-ഉമായി സാധ്യമായ ഏറ്റവും മികച്ച വ്യാപാര കരാറിനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് ഗോയൽ പറഞ്ഞു. വ്യാപാര കരാറിൽ ട്രംപ് ഭരണകൂടം ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. തീരുവ വിഷയത്തിൽ US-ന് മുന്നിൽ ഇനിയും സാധ്യതകളുണ്ട്. അടുത്ത ആഴ്ച വേണമെങ്കിൽ അവർക്ക് തീരുവ 15% വർദ്ധിപ്പിക്കാം. നിലവിലെ സാഹചര്യങ്ങൾ മാറുകയാണെങ്കിൽ കരാർ പുനഃക്രമീകരിക്കുമെന്നാണ് ഇരു രാജ്യങ്ങളുടെയും നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. കരാറിലെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്താമെന്നത് ഇടക്കാല ധാരണയിൽ തന്നെയുണ്ട്. സാഹചര്യങ്ങൾ മാറിയാൽ കരാറിൽ മാറ്റം വരുത്താമെന്നാണ് ഇന്ത്യ US സംയുക്ത പ്രസ്താവന പറയുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇന്ത്യക്കെതിരെയുള്ള പുതിയ 10% തീരുവ പ്രാബല്യത്തിലായതിനു ശേഷം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കുമായും ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോറുമായും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും സാമ്പത്തിക സഹകരണം വളർത്താനുള്ള ലക്ഷ്യമിട്ടുള്ള ചർച്ചകളാണ് നടന്നതെന്ന് പീയൂഷ് ഗോയൽ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. US-ഉമായുള്ള ഇടക്കാല വ്യാപാര കരാർ ഒപ്പിടാനിരിക്കെയാണ് നിർണായക കൂടിക്കാഴ്ച. വ്യാപാര ബന്ധങ്ങൾ വെറും സാമ്പത്തിക ഇടപാടുകൾ മാത്രമല്ല, അവ തന്ത്രപരമായ കൂട്ടുകെട്ടുകളും ആഗോള സ്വാധീനവും നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ സൂചിപ്പിച്ച കരാർ പുനഃക്രമീകരണ സാധ്യത ഇന്ത്യ സ്വന്തം താൽപര്യങ്ങൾ ഉറപ്പാക്കാൻ സജ്ജമാണെന്ന ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. ആഗോള അനിശ്ചിതത്വത്തിനിടയിലും സ്ഥിരതയും ദൂരദർശിത്വവും കൈവിടാതെ ഇന്ത്യയുടെ നിലപാട് രാജ്യത്തിന്റെ ഉയർന്നു വരുന്ന സാമ്പത്തിക ശക്തിയെയും ആത്മവിശ്വാസത്തെയും ലോകത്തിനു മുന്നിൽ തെളിയിക്കുന്നു. ട്രംപിന്റെ പകരം തീരുവ US സുപ്രീം കോടതി റദ്ദാക്കിയ സാഹചര്യത്തിൽ വ്യാപാര ചർച്ചകളിൽ ഇന്ത്യ എന്തും നിലപാട് സ്വീകരിക്കുമെന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. തീരുവയുടെ കാര്യത്തിൽ വ്യക്തത ലഭിച്ച ശേഷം വ്യാപാര ചർച്ച പുനരാരംഭിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഗോയൽ പറഞ്ഞത്. പകരം തീരുവ ഒഴിവായതിനു പിന്നാലെ 10% അധിക തീരുവയാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത്. ഇത് ഏത് നിമിഷവും 15% വർദ്ധിക്കാം. ഫലത്തിൽ തീരുവയുടെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത അകലെയാണ്. US സുപ്രീം കോടതിയുടെ ഉത്തരവിന് പിന്നാലെ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ US-ലേക്കുള്ള യാത്രയും മാറ്റിവെച്ചിരുന്നു. ആഗോള വ്യാപാര രംഗത്ത് സ്ഥിരതയും നീതിയും ഉറപ്പാക്കാൻ ഇന്ത്യ സ്വീകരിക്കുന്ന ഈ നിലപാട് വികസനോന്മുഖ രാജ്യങ്ങൾക്കും പ്രചോദനകരമാണ്. വെല്ലുവിളികളെ അവസരങ്ങളാക്കുന്ന സമീപനം ഇന്ത്യയെ കൂടുതൽ ശക്തിയിലേക്ക് നയിക്കുന്നു. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ എടുത്ത ഈ നിലപാട് രാജ്യത്തിന്റെ ആഗോള പ്രതിഷ്ഠയെ കൂടുതൽ ഉറപ്പിക്കുകയും ഭാവിയിലെ വ്യാപാര ബന്ധങ്ങളിൽ ഇന്ത്യക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും.